പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് ദൈവവചന പഠനത്തിന് വേണ്ടി വീണ്ടും ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ ആത്മാർത്ഥതയോടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് സഹായിച്ച് കഴിഞ്ഞ 7 മാസത്തിൽ പരമായി നമുക്ക് ദൈവവചനം പഠിക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരുന്നു. തുടർമാനമായി ക്ലാസ്സുകൾ എടുക്കാനൊക്കെ ദൈവദാസന്മാരെ ദൈവം സഹായിച്ചല്ലോ. പ്രിയ ദൈവദാസന്റെ പറയാൻ CV ആൻഡ്രൂസ് ഒക്കെ ഒരു ചേഞ്ച് പോലും ചെയ്യാതെ എല്ലാ വ്യാഴാഴ്ചയും ഇത്രത്തോളം ക്ലാസ് എടുക്കുവാനൊക്കെ ദൈവം ആരോഗ്യവും ബലവും നൽകി വളരെ ആത്മാർത്ഥതയോടെ പഠിപ്പിക്കുവാൻ കാണിച്ച എല്ലാ സ്നേഹത്തിനും നന്ദിയുണ്ട്. നമ്മുടെ ഈ സെമിസ്റ്റർ ഈ മാസം തീരുകയാണ്. അത്യാവശ്യമായി എന്തെങ്കിലും തീർക്കാനുണ്ടെങ്കിൽ അടുത്ത മാസം കുറച്ച് സമയം കൂടെ ഉണ്ട്. നമ്മൾ 25-ാം തീയതി ഗ്രാജുവേഷൻ നടത്തുന്നതാണ്. അതിന് ഒരു ഫോം ഫില്ല് ചെയ്യുവാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക, അതിൽ സംബന്ധിക്കുക. അതിൽ സംബന്ധിക്കുവാൻ കഴിയാത്തവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ആ സർട്ടിഫിക്കറ്റ് അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസ് ആണ് ക്ലാസ് എടുക്കുന്നത്. വെളിപ്പാട് പുസ്തകം എന്നുള്ള വിഷയത്തിൽ വെളിപ്പാട് പുസ്തകത്തെ പറ്റി തുടർമാനമായി താൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ഇന്നും ദൈവം തന്നെ സഹായിക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമല്ലോ. ആരെങ്കിലും ഒരാൾ ഇന്നത്തെ ക്ലാസ്സിന്റെ അനുഗ്രഹത്തിനായി പെട്ടെന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന വാഴ്ത്തുന്ന കർത്താവേ, സ്തോത്രം കാരുണ്യവാനും പരിശുദ്ധനോടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗീയ പിതാവേ, ഇന്നലെ രാത്രിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അപ്പന്റെ പാദപീഠത്തിലേക്ക് ആയിരിക്കാൻ കർത്താവ് നൽകി തന്ന കൃപയ്ക്ക് അനുഗ്രഹത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് കർത്താവെ ഈ വചനം പഠിപ്പിക്കുന്ന ഞങ്ങളുടെ ദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം ബലവും ശക്തിയും കൊടുത്ത് കർത്താവെ, ഇത്രത്തോളം അത്ഭുതകരമായി അതിശയകരമായി അപ്പൻ നടത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കുവാൻ ഒക്കെയും അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തി വളരെ അനുഗ്രഹപ്രദമായ രീതിയിൽ കർത്താവെ മനസ്സിലാകത്തക്ക രീതിയിൽ കർത്താവെ പറഞ്ഞു തന്ന് ഞങ്ങൾക്ക് ഓരോ വചനങ്ങൾ ഓരോ വാക്യങ്ങളും പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കി തരുവാനൊക്കെയുള്ള കൃപയും അനുഗ്രഹവും കർത്താവ് അങ്ങയുടെ ദാസന് കൊടുത്തതിനായി സ്തോത്രം കർത്താവെ. ഇന്നും വീണ്ടും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടുതലായി ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. എല്ലാ ദൈവമക്കൾക്കും കർത്താവെ ഇതൊരു അനുഗ്രഹപ്രദമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ലാലുഭാഷനായി പ്രാർത്ഥിക്കുന്നു, ഷാദിഭാഷനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്ന് ഞങ്ങളെ വചനം പഠിപ്പിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, വീണ്ടും ഞങ്ങളപ്പന്റെ പാദപ്പെടുത്തലായിരിക്കുന്നു കർത്താവെ. എല്ലാ ദാസന്മാരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദാസന്മാരെയും എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. താങ്ക് യു സിസ്റ്റർ മോളി രാജൻ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കും. ദൈവനാമത്തിൽ വന്ദനം. നമ്മുടെ 28-ാമത്തെ ലെസണിലേക്കാണ് കടന്നു വന്നത്. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ പാസ്റ്റർ ഷാജി കെ ദാനിയേൽ, പാസ്റ്റർ ലാലു ജേക്കബ്, ഇവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവരെ ഓർക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനമാണ്. ദൈവം തൻ്റെ ദാസന്മാരെ കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്മുർണ സഭയെക്കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വീണ്ടും വായിക്കാം. അത് വായിക്കുന്നവർ വീഡിയോയിൽ വന്ന് വായിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. പ്രൈസ് സഭയിൽ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദിനും അന്തിനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്നും പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാചി നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്തിൽ ദോഷം വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ അഗാപ്പെ ബൈബിൾ കോളേജ് ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്.
നമ്മുടെ സഹോദരിമാർ വളരെ ചുറിയുറുപ്പോടെ വായിക്കുന്നത് എനിക്ക് കാണുന്നത് വലിയ സന്തോഷമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വ്യാഴാഴ്ച ദിവസം ഈ പ്ലാറ്റ്ഫോമിൽ വരാൻ തക്കണം ഞാനും നോക്കിയിരിക്കുകയാണ്. നിങ്ങളെക്കാളും കൂടുതൽ ഉത്സാഹത്തോടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു ക്ലാസ് മുടക്കാതെ പോകണമെന്നാണ് ആഗ്രഹം. 2-3 അധ്യായങ്ങൾ ഗ്രാജുവേഷന് മുമ്പ് തീർക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല. അടുത്ത മാസം 25-ാം തീയതിയാണ്. എങ്കിലും ഞാൻ കഴിവതും പരിശ്രമിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്മുർണ സഭയെക്കുറിച്ച് 1-2 ആഴ്ചകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്മുർണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കയ്പെന്നാണ്. ആസിയിൽ തുർക്കിയിലുള്ള 7 സഭകളിൽപ്പെട്ട ഒരു സഭയാണ് ഈ സഭ. ഓരോ സഭകളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെയുള്ള സഭയുടെ കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. AD 70 മുതൽ 170 വരെ എഫെസോസ് സഭയുടെ കാലഘട്ടം, അത് 170 മുതൽ 312 വരെ സ്മുർണ സഭയുടെ കാലഘട്ടമായിട്ട് വേദപണ്ഡിതന്മാർ കണക്കാക്കിയിരിക്കുന്നു. അക്കാലത്ത് പെന്തക്കോസ്താൽ സഭ ആരംഭിച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെയുള്ള 7 കാലഘട്ടങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ സഭ നിൽക്കുന്നത്. നമ്മളായിരിക്കുന്നത് ഇപ്പോൾ കൃപായുഗമാണ്. ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം ഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് എന്നുള്ള വിഷയം, നീ കണ്ടത് എന്നുള്ള വിഷയമാണ് 1-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. 2-3 അധ്യായങ്ങൾ ഇപ്പോൾ ഉള്ള ഈ കൃപായുഗം, കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല, കർത്താവിൻ്റെ വരവ് വരെയുള്ള കാലഘട്ടത്തെയാണ് കൃപായുഗം അല്ലെങ്കിൽ സഭായുഗം എന്ന് പേര് വിളിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 2 ആഴ്ചയായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ സഭയെക്കുറിച്ച് കർത്താവ് മുഖവരിയായിട്ട് ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് ആരംഭിച്ചത്. 9-ാമത്തെ വാക്യത്തിൽ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രശംസയാണ്. അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച വിഷയം പരദൂഷണം എന്നുള്ളതാണ്. ദൂഷണം സ്മുർണ സഭ അനുഭവിച്ച പ്രധാനമായി 3 കൂട്ടം കാര്യങ്ങളാണ് ഈ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 10-ാമത്തെ വാക്യം കൂടെ വായിച്ചു വരുമ്പോൾ 4-മത് അവർ അനുഭവിച്ചത് കാരാഗ്രഹവാസമാണ്, തടവ്. 4 വിധത്തിലുള്ള ഉപദ്രവമാണ് അവർക്കുണ്ടായത്. 1, അവർക്ക് ദാരിദ്ര്യമുണ്ടായി. 2, അവർക്ക് കഷ്ടതയുണ്ടായി. 2, അവർക്ക് ദാരിദ്ര്യമുണ്ടായി. 3, അവരെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി ദൂഷണം, പരദൂഷണം. 4-മത് തടവ്. ഇങ്ങനെ 4 നിലയിലുള്ള പീഡനമാണ് സ്മുർണയിലെ കാലഘട്ടത്തിൽ വിശ്വാസികൾക്കുണ്ടായത്. അതിൽ പരദൂഷണം എന്ന് പറയുന്നത് എൻ്റെ ഒരു നീണ്ട 2 മണിക്കൂറത്തെ പ്രസംഗമാണ്. അത്രയൊന്നും പറയാൻ തക്കവണ്ണമുള്ള സമയം നമുക്കില്ല. പരദൂഷണം പറയുക. കഴിഞ്ഞ ആഴ്ചയിൽ പരദൂഷണത്തിൻ്റെ ഒരു അല്പം ഭാഗം മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ലോകം ആരംഭിച്ച കാലം മുതൽ ഏഷണിയുണ്ട്. ലോകം ആരംഭിച്ച കാലം തൊട്ട് പരദൂഷണം പറഞ്ഞു വരുത്തുന്നത്. അതുകൊണ്ട് അത് കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കും. അത് സാത്താൻ്റെ ഒരു പരിപാടിയാണ്. ഇല്ലാത്തത് അത് ഉള്ളതാക്കി മറ്റുള്ളവരോട് പൊലിപ്പിച്ച് പറയുകയും മറ്റുള്ളവരെ തേജോവധം ചെയ്യുന്ന ഏഷണി പറയുന്ന ആൾക്കാർ ഇന്നും പെന്തക്കോസ് കോളത്തിലും ആത്മീയ കോളത്തിലും ക്രിസ്തീയ കോളത്തിൽ അത് എല്ലാവരുടെയും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ദൂഷണം പറയുക. അതുകൊണ്ട് കർത്താവ് ഏറ്റവും വെറുക്കുന്ന ഒരു പാപമാണ് നിന്റെ സഹോദരനെക്കുറിച്ച് സഹോദരന്മാരുടെ ഇടയിൽ ദൂഷണം പറഞ്ഞുണ്ടാക്കരുത്. സദൃശ്യവാക്യത്തിൽ ഏഷണിയെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്ന നമ്മൾ വാക്യങ്ങൾ കാണുവാൻ തക്കണം കഴിയും. സദൃശ്യവാക്യം 16-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കേണ്ട ഞാൻ പറഞ്ഞിട്ടോളാം. നിസാര മനുഷ്യൻ പാതകമെന്ന കുഴി ഒഴിക്കുന്നു, അവൻ്റെ അധരങ്ങളിൽ കത്തുന്ന തീയുണ്ടെന്നാണ് കേട്ടോ. ആ വാക്യം നിങ്ങളൊന്ന് കുറിച്ചെടുത്ത് പിന്നീട് വായിച്ചു നോക്കണം. അതെ, ഞാനിത് ഇപ്പോൾ പറയാൻ കാരണം അഗാപ്പെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇത് സംബന്ധിച്ചൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. നിസാര മനുഷ്യൻ പാതകമെന്ന കുഴി ഒഴിക്കുന്നു. സദൃശവാക്യം 16-17 അവൻ്റെ അധരങ്ങളിൽ കത്തുന്ന തീയുണ്ട് എന്നാണ് വായിക്കുന്നത്. നമ്മുടെ കേരളക്കരയിൽ 2 ചെറുപ്പക്കാർ സിനിമ കണ്ടുവച്ച് രാത്രി 12 മണിക്ക് അവരുടെ പണ്ട് നടന്ന സംഭവം, സ്ഥലം ഞാൻ പറയുന്നില്ല. അത് പൊക്കോണ്ടിരുന്ന സമയത്ത് ഒരു വീടിന്റെ വാതിക്കൽ ഒരു വലിയ കച്ചിത്തൂറ് കണ്ടു. ആ കച്ചിത്തൂറ് കണ്ട സന്ദർഭത്തിൽ ഒരു സഹോദരൻ പറഞ്ഞു, നമുക്ക് ഈ ചൂട്ടുകറ്റം തെളിയിച്ചുകൊണ്ടാണ് പോകുന്നത്, ഈ ചൂട്ടുകറ്റ കച്ചിത്തൂറിന്റെ കീഴെ വെച്ചിട്ട് നമുക്ക് അങ്ങ് ഓടാമെന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ ആളും അതങ്ങ് സമ്മതിച്ചിട്ട് ഈ നടന്ന സംഭവമാണ്.
ആ ചൂട്ടുകറ്റ ഈ കച്ചിത്തുറിന്റെ അടി കൊടുത്തിട്ട് ഇവരവിടുന്ന് ഓടി. നിമിഷ നേരം കൊണ്ട് കച്ചിത്തുറ് കത്തി. അതേ വീട്ടുകാരെല്ലാം കിടന്ന് കാറി വിളിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം ഓടി വന്ന് ആ കച്ചിത്തുറ് പെരയ്ക്ക് തീ പിടിക്കാതെ അത് കെടുത്താൻ തക്കവണ്ണം വെടിയായി തീർന്നു. ഇവര് ദൂരെ മാറുന്നത് രസിച്ചുകൊണ്ടിരിക്കുക. നോക്കണമേ, ഒരു തീ വരുത്തിയ ദുരന്തം എത്ര വലുതാണ്. അത് ആർക്കും ഉപദ്രവം ചെയ്യാത്ത, ആർക്കും ഒരു ദോഷത്തിന് പോകാത്ത പാവപ്പെട്ട ഒരു വീട്ടുകാരന്റെ കച്ചിത്തുറിന് തീ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാർക്കുണ്ടായ സന്തോഷം ഇതുപോലാണ് ഏഷണി പറഞ്ഞു വരുത്തുന്നവൻ. അത് കച്ചിത്തുറിന് തീ കൊടുക്കുന്ന പോലെ തീർത്തുക. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അത് നിസാര മനുഷ്യൻ പാതകം എന്ന കുഴി ഒഴിക്കുന്നു, അവന്റെ അധരങ്ങളിൽ കത്തുന്ന തീയുണ്ട്. ആ നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ വധിക്കാൻ തക്കവണ്ണം ഇതുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ആയുധം എന്ന് പറഞ്ഞാൽ മിസൈൽ പോലും പറ്റത്തില്ല. മിസൈൽ ഇപ്പോൾ ഇസ്രായേലിന്റെയും അറബി രാഷ്ട്രത്തിന്റെ അവിടെ എല്ലാം കൊണ്ട് ഇങ്ങനെ മിസൈൽ ഇടുന്നല്ലോ. അതിനെക്കാട്ടിലും വലിയ മിസൈലാണ് നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് വരുത്താൻ പറ്റുന്ന ദോഷം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിന്റെ വിവാഹം നടത്താതിരിക്കാൻ നമ്മുടെ നാവ് കൊണ്ട് കഴിയും. അതുപോലെ ഒരു ഭവനത്തെ തകർക്കാൻ, ഭാര്യ ഭർത്തൃ ബന്ധം തകർക്കാൻ നമ്മുടെ ഈ നാവിന് കഴിയും. ഒരു വീട്ടിലെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നാട്ടിൽ നടന്ന സംഭവം. ഞാനിതൊക്കെ അനുഭവങ്ങളിൽ കൂടെ നിങ്ങളെ പറയുന്നതിൻ്റെ ഉദ്ദേശം, ഞാൻ 76 വയസ്സ് പ്രായമായ ഒരു വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന ഒരു കർത്തൃദാസനാണ്. അനുപരിചയം ഒരുപാടുണ്ട്. അതുകൊണ്ട് ഈ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞാൻ നിങ്ങളോട് ആഴമായിട്ട് ഉണർഘോഷിക്കുന്നത്, ആരെങ്കിലും നിങ്ങളുടെ ഭവനത്തിൽ വന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളത് സമ്മതിക്കരുത്. അവൻ അവിടെ വന്നിട്ട് ഏഷണി പറഞ്ഞിട്ട് അവനുമായിട്ട് കുശല പ്രശ്നം പോലും നടത്തരുത്. ഏഷണി പറയാൻ വരുന്നവന് അവിടെ പറഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ പറഞ്ഞെന്നും പറഞ്ഞ് അവൻ പറഞ്ഞു വരുത്തും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏഷണിക്കാരെ നമ്മൾ വെറുക്കണം. ഒരു വീട്ടിലെ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതും നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവം. ആ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു പ്രവാചകൻ എവിടുന്നോ വലിഞ്ഞു കയറി വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരി, മൂത്ത സഹോദരി ഇവിടുത്തെ കച്ചിത്തൂറിന്റെ കീഴെ പൂച്ചത്തലയ്ക്കകത്ത് മന്ത്രം ചൊല്ലി നിങ്ങളെ നശിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് ദൂത്. ആ ദൂത് കേട്ടപ്പം ആ വീട്ടുകാരന് പ്രവചനത്തിൽ വളരെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. മൂത്ത സഹോദരി വല്ല അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആങ്ങളെയും പെങ്ങളുമായിട്ട് കഴിഞ്ഞു കൂടുന്ന അത് കുടുംബമാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആ വീട്ടുകാരൻ കടി കൊണ്ട് തുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്നും രാവിലെ പെങ്ങള് ഈ മൂത്ത സഹോദരി ആങ്ങളെ അന്വേഷിക്കാൻ വരും. ആങ്ങളെ അന്വേഷിച്ച് വന്ന്, അച്ചായ എന്നാണ്ട് വിശേഷം? ആഹാ, നീ വന്നിരിക്കുകയാണോ ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ? കച്ചിത്തുറുവിന്റെ കീഴെ കൊണ്ട് പൂച്ചത്തലയ്ക്കകത്ത് മന്ത്രം ചൊല്ലി ഞങ്ങളെ നശിപ്പിക്കാൻ വെച്ചിട്ട് വന്നിരിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആ ആന്റി പറഞ്ഞു, എൻ്റെ അച്ചായ ഞാൻ അങ്ങനെ ചെയ്യുമോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അതാ ആരോ വെറുതെ പറഞ്ഞതാ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ചങ്കിനടിച്ച് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഉടനെ ആൾക്കാരെ വരുത്തി കച്ചിത്തുറു അഴിച്ച് താഴെ ഇട്ടിട്ട് കച്ചിത്തുറുവിന്റെ തൂണെല്ലാം ഇളക്കിയിട്ട് അവിടെ എല്ലാം തൂമ്പാകൊണ്ട് മാന്തി. കേരളക്കരയിൽ നടന്ന സംഭവമാണ്. അവിടെ എങ്ങും പൂച്ചത്തലയും കണ്ടില്ല, ഒന്നും കണ്ടില്ല. പ്രവാചകൻ വീട്ടുകാരന്റെ പ്രീതി സമ്പാദിക്കാൻ തക്കവണ്ണം, പൈസ മേടിക്കാൻ തക്കവണ്ണം ഒരു പ്രവചനം എഴുതി വിട്ടതാണ്. ഇങ്ങനെയുള്ള പ്രവാചകന്മാരെ നമ്മുടെ വീട്ടിൽ അടുപ്പിക്കരുത്. നിസാര മനുഷ്യൻ പാതകമെന്ന കുഴി കുഴിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ ആദരങ്ങളിൽ കത്തുന്ന തീയുണ്ട്. ദുർവർത്തമാനം പറഞ്ഞ് പരത്തുന്നത്, അത് നമ്മൾ നോക്കണമേ. യോസെഫിനെ കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞ് പരത്തിയില്ലേ? അത് എന്തുകൊണ്ട് വന്നത്? അസൂയ കൊണ്ട്. സഹോദരന്മാർ പറഞ്ഞത് മൊത്തം ഏഷണിയല്ലേ. ദൂരെ നിന്ന് വന്ന അച്ചാച്ചന്മാരെ തിരക്കി വന്ന യോസേപ്പിനെ അവരെന്ത് ചെയ്യുന്നറിയാമോ? ഒരു കുഴിയിലേക്ക് ഇട്ടു. അവൻ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഇസ്മായിലേക്ക് വിറ്റ്, എന്നിട്ട് ഒരു ആടിനെ കൊന്ന് ആ ആടിനെ കൊന്നിട്ട് ആ യോസേപ്പിന്റെ അങ്കി ഊരിയെടുത്തിട്ടാണ് ഇവനെ ഇപ്രകാരമെല്ലാം ചെയ്തത്. കേണപേക്ഷിച്ചെന്നാ യോസേഫ് പറയുന്നത്. അച്ചാച്ച എന്നോട് ഇങ്ങനെ ചെയ്യരുത്. കേണപേക്ഷിച്ചിട്ട് ഒരു കരുണയും തോന്നാത്ത സഹോദരന്മാർ. എന്നിട്ട് ആ വസ്ത്രം രക്തത്തിൽ മുക്കിയിട്ട് അപ്പന്റെ അരിക്ക് ചെന്ന് ചോദിക്കുകയാണ്, ഇത് നിന്റെ മകന്റെ അങ്കിയാണോ എന്ന് നോക്കണേ. എന്തൊരു ഏഷണിയാണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യോസേപ്പിന് യാതൊരു കുഴപ്പമുണ്ടായില്ല. മറ്റുള്ളവരുടെ ഏഷണി പറച്ചിൽ വേദനപ്പെട്ട് ഭാരപ്പെട്ട് ദുഃഖത്തിൽ കഴിയുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ കരച്ചില്
നിന്റെ ദുഃഖം, നീ അനുഭവിക്കുന്ന വേദന, നിന്റെ കുഞ്ഞിന്റെ കല്യാണം മുടക്കിയത്, നിന്റെ കുഞ്ഞിന്റെ സ്കൂൾ പഠനം മുടക്കിയത്, ഇതൊക്കെ അനുഭവിച്ച് വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിപ്പുണ്ട്. ദൈവം ഒരു സമയത്ത് അവരുടെ മുമ്പിൽ യോസേഫിനെ ഉയർത്തിയതുപോലെ നിന്നെ ഉയർത്തുവാൻ ശക്തനായ ദൈവമാണ്. യോസേഫ് പൊത്തിപ്പറിന്റെ ഭാര്യ ഏഷണി പറഞ്ഞുണ്ടാക്കിയില്ലേ? ദൈവത്തിന് സ്തോത്രം. ആ ഏഷണി കൊണ്ട് എന്താ സംഭവിച്ചത്? യോസേഫിനെ ദൈവം തമ്പുരാൻ അതേ ഉയർത്തിയ ഉയർച്ച നമുക്കെല്ലാവർക്കും ആ ചരിത്രം അറിയാം. ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മന്ത്രിയെ തെരഞ്ഞെടുക്കാൻ, അതേ വിവേകമുള്ള ഒരു മന്ത്രിയെ തെരഞ്ഞെടുക്കാൻ തക്കവണ്ണം യോസേഫ് ഗുണദോഷിച്ചപ്പോൾ ഫറവോൻ പറഞ്ഞ വാചകം, നിന്നെപ്പോലെ ആത്മാവുള്ള ഒരു മനുഷ്യനെ ഈ മിസ്രയീം ദേശത്തെങ്കിലും കിട്ടത്തില്ല, ആകയാൽ നീ തന്നെ പ്രൈം മിനിസ്റ്റർ. അതേ ഫറവോന്റെ രഥത്തിൽ അവനെ കയറ്റി. നമുക്കറിയാം, ഫറവോന്റെ രഥത്തിൽ അവനെ കയറ്റി. അതുപോലെ തന്നെ ഫറവോന്റെ രഥത്തിൽ അവനെ കയറ്റി. അതേ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഇരു റോഡുകളിൽ കൂടിയിരിക്കുമ്പോൾ അതിന്റെ മധ്യേ യോസേഫിനെ മന്ത്രിയെ കാണാൻ തക്കവണ്ണം ആയിരങ്ങൾ വന്ന് നമസ്കരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, പൊത്തിപ്പറും ഭാര്യയെ അവിടെ വന്ന് കാണും. യോസേഫാന്ന് മനസ്സിലായില്ല. അന്നേരം പൊത്തിപ്പറിന്റെ ഭാര്യ മുട്ടുകുത്തുകയും എന്ന് പറഞ്ഞപ്പോൾ പൊത്തിപ്പറിന്റെ ഭാര്യയെയും മുട്ടുകുത്തിച്ച ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. നിന്നെ ആ കുറിച്ച് ആരെല്ലാം എന്തെല്ലാം ഏഷണി പറഞ്ഞുണ്ടാക്കിയാലും സംഭവങ്ങളെ ദൈവം തമ്പുരാൻ മറിച്ചിട്ടുകൊണ്ട് അല്പകാലത്തേക്ക് നീ വേദന അനുഭവിച്ചെന്ന് വരാം, അല്പകാലത്തേക്ക് നീ ദുഃഖം അനുഭവിച്ചെന്ന് വരാം, അല്പനാളത്തേക്ക് നീ തലനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്ന് വന്നേക്കാം. എന്നാൽ സംഭവങ്ങളെ ദൈവം തമ്പുരാൻ മറിച്ചിട്ടുകൊണ്ട് നിന്റെ പ്രയാസങ്ങളെ മാറ്റി നിനക്കൊരു ഉന്നതമായ സ്ഥാനം തന്ന് നിന്നെ ആരെല്ലാം മുട്ടുകുത്തിക്കാൻ നോക്കിയോ അവരെയെല്ലാം നിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മുടിയൻ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ വളരെ സ്നേഹിച്ചില്ലേ? അപ്പൻ ആദരിച്ചില്ലേ? അവന് വേണ്ടുന്നതെല്ലാം കൊടുത്തില്ലേ? അവന് പുതിയ വസ്ത്രം കൊടുത്തില്ലേ? അപ്പന്റെ അതേ മുതലെല്ലാം നഷ്ടപ്പെടുത്തിയല്ലേ? മുടിയൻ പുത്രന്റെ ചേട്ടൻ ഒരു ഏഷണി പറഞ്ഞുണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതേ, ഇവൻ വേശ്യമാരോടുകൂടെ പണം മുഴുവൻ ചെലവഴിച്ചെന്ന്. മുടിയൻ പുത്രൻ വേശ്യമാരോട് താമസിച്ച് പണം ചെലവാക്കിയെന്ന് അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. ഇവൻ ഒരു ഏഷണി പറഞ്ഞങ്ങ് ഉണ്ടാക്കി. ഇങ്ങനെയുള്ള ഏഷണി നടുവിൽ നമ്മൾ വാടിപ്പോരരുത്. യഹോവയ്ക്കായി കാത്തിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം എന്ന് പറഞ്ഞ പോലെ സ്മുർന്ന സഭയിലെ വിശ്വാസികൾക്കെതിരായി അതേ നിങ്ങൾ സദൃശവാക്യം 6-ാം അധ്യായം 16 മുതൽ 19 വരെ ഒന്ന് വായിച്ചു നോക്കിയാൽ ശലോമോൻ തനിക്ക് ലഭിച്ച ജ്ഞാനത്തിൽ ഏഷണിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ കാണുവാൻ കഴിയും. സദൃശവാക്യം 6-ാം അധ്യായം 16 മുതൽ 19 വരെ എഴുതിയെടുക്കുക. സ്മുർന്ന സഭ അനുഭവിച്ച വേദന എത്ര വലുതാണ്. അവരെ അത് കൂടുതലും ചെയ്തത് യഹൂദന്മാരാണ് പരദൂഷണം പറഞ്ഞത്. തിരുവത്താഴ് നടത്തുമ്പോൾ ഇവർ അതേ മനുഷ്യനെ കൊന്ന് അത് ബലി കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വരുത്താൻ കൂടിയായി. കൈസറെ കുറിച്ച് വിരോധമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരെ കുറിച്ച് ദൂഷണം പറയുകയുണ്ടായി. ഇപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, ഞാൻ നിന്റെ കഷ്ടത, നിന്റെ ദാരിദ്ര്യം, അതേ സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും ഞാൻ അറിയുന്നു. ഇനി അടുത്തത് നമ്മുടെ അടുത്ത വിഷയത്തിൽ കിടക്കാണ്. ഈ 1 മണിക്കൂർ കൊണ്ട് ഈ സ്മൃത സഭയുടെ കാര്യം ഒന്ന് തീർക്കാൻ തക്കണം ആഗ്രഹിക്കുന്നത്. അതേ 16-ാമത്തെ വാക്യത്തിൽ 2 വിഷയങ്ങളുണ്ട്. അതിലൊന്ന്, ആദ്യത്തെ ലൈന് ഇവിടെ പറയുന്നത്, നീ സഹിക്കാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളെ ചിലരെ തടവിലാക്കാൻ പോകുന്നു, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. അതാണ് പ്രബോധനം. മുന്നറിയിപ്പും പ്രബോധനമാണത്. നിങ്ങൾ എന്നോട് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ ഈ വിഷയം മനസ്സിലാകത്തുള്ളൂ. ആദ്യമേ പറയുകയാണ്, ഇന്നത്തെ വിഷയം പ്രബോധനമാണ്. അതെ, നീ പേടിക്കേണ്ട, സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. ബൈബിളിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചു നോക്കിയാൽ 366 പ്രാവശ്യം ദൈവശബ്ദമുണ്ട്, ഭയപ്പെടേണ്ട. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അത് ചില പക്ഷത്തിന് 366 ദിവസം ഉണ്ടല്ലോ. നിങ്ങൾ ബൈബിള് വായിക്കുന്നവരാണെങ്കിൽ അത് ഉൽപ്പത്തി മുതൽ വായിക്കുമ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് എവിടെയൊക്കെ ഭയപ്പെടേണ്ട ഞാൻ വായിച്ചിട്ട് അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പല പ്രാവശ്യം ബൈബിള് വായിച്ചിട്ടുള്ളവനാണ്. അത് നമ്മൾ സങ്കീർത്തനത്തിൽ മാത്രം ഉറച്ചു നിൽക്കാതെ ഉൽപ്പത്തി മുതലുള്ള ഭാഗങ്ങൾ അത് വായിച്ചു കഴിയുമ്പോൾ ഈ ഭാഗം കണ്ടുപിടിക്കാൻ കഴിയും. പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. ഈ പദം 366 പ്രാവശ്യം അതേ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഭാവിയിൽ സ്മൃർന്ന സഭയെ
നിങ്ങൾക്ക് ഇനിയും പരീക്ഷ വരാൻ പോകുന്നു. ഈ പരീക്ഷയിൽ പേടിക്കണ്ട. ഈ സ്വർണ്ണാശ്രമയുടെ കാലഘട്ടത്തിൽ അനേകർ രക്തസാക്ഷികളായിട്ട് മരിച്ചവരാണ്. അവരൊക്കെ മനസ്സോടെ കർത്താവിന് വേണ്ടി മരിപ്പാൻ തക്കണം പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത വിശുദ്ധന്മാരാണ്. അവരോടാണ് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷയിൽ കൂടി കടന്നുപോയതും കഷ്ടത അനുഭവിച്ചതും നമ്മുടെ കർത്താവാണ്. അതിനുശേഷം ഞാൻ അതേ പൗലോസിനെ കാണുന്നു, യോസേപ്പിനെ കാണുന്നു, ദാനിയേലിനെ കാണുന്നു. ഇവരൊക്കെ പരീക്ഷയിൽ കൂടി കടന്നുപോയവരാണ്. ആ പരീക്ഷയിൽ ഇവിടെ വായിക്കുന്നു, അതേ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ തക്കൊണ്ട് പോകുന്നു. ഇവിടെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ദൈവത്തിന്റെ അറിവ് കൂടാതെ സാത്താന് നമ്മെ ഒന്നും ചെയ്യുവാൻ തക്കൊണ്ട് കഴിയത്തില്ല. കർത്താവ് അറിഞ്ഞിട്ടാണ് ഇതൊക്കെ വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിന്റെ കൂടെ പരീക്ഷ അത് വിചാരിക്കണം. യോസേപ്പിനും അതുപോലുള്ള പരീക്ഷയുണ്ടായി. കാരണം നിങ്ങൾ ചിലരെ തടവിലാക്കാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് അവർ കൊടുക്കുകയാണ്. അതിനെ നമ്മൾ ജയിക്കണം. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടങ്ങളുടെ നേരെ പാഞ്ഞില്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. നമുക്ക് വരുന്ന പരീക്ഷകളെ ജയിപ്പാൻ തക്കൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. നമുക്ക് ഒരു വാക്യം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങളൊന്ന് വായിച്ചേ. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്ക പേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. നോക്കണമേ, അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് അറിയാൻ നിങ്ങൾ അറിയാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ തടവി കിടന്നുകൊണ്ടാണ് എഴുതുന്നത്. പല പ്രാവശ്യം തടം അനുഭവിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. നമ്മെക്കാളിലും ശ്രേഷ്ഠനായ ഒരു വ്യക്തി. അപ്പോസ്തലന്മാരിൽ അതേ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അവരാണ് ശ്രേഷ്ഠ അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാരുണ്ട്, ശ്രേഷ്ഠ അപ്പോസ്തലന്മാർ അവര്. എന്നാൽ ആ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. ഞാൻ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരുടെ ഒട്ടും കുറഞ്ഞല്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആ പൗലോസ് തനിക്കുണ്ടായ അനുഭവം പല പ്രാവശ്യം കാരാഗ്രഹവാസം. ഇവിടെ വായിക്കുന്നത് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ എഴുതുകയാണ്, എനിക്ക് ഭവിച്ചത്, ഈ കാരാത്തിൽ കിടന്നുകൊണ്ട് എഴുതുക, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. അപ്പൊ ദൈവം എല്ലാം അറിഞ്ഞാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് സുവിശേഷത്തിന് അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നത്? അപ്പോൾ താഴോട്ട് വായിച്ച 13-ാമത്തെ വാക്യത്തിലാണ്. ഒന്ന്, പൗലോസിന്റെ ജയിൽവാസം മുഖാന്തരം പൗലോസിന് തന്നെത്താൻ ഒന്ന് ശുദ്ധീകരിക്കാൻ തക്കണം അവസരം കിട്ടി. 2, പൗലോസിന്റെ കാരാഗ്രഹവാസം മുഖാന്തരം കാരാഗ്രഹ പ്രമാണിയും കുടുംബത്തെയും രക്ഷിക്കാൻ തക്കണ്ടിയായി. ഈ റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആ പൗലോസ് തന്റെ കാരാഗ്രഹവാസം അനുഭവിച്ച സന്ദർഭങ്ങളിൽ താൻ കാരാഗ്രഹ പ്രമാണിയും കുടുംബത്തെയും രക്ഷിച്ചു. അതേ ഫിലിപ്പിയ എന്ന് പറഞ്ഞ പട്ടണം യൂറോപ്പിലാണ്. ആ ഫിലിപ്പിയ പട്ടണത്തിലെ ആദ്യത്തെ വിശ്വാസി എന്ന് പറയുന്നത് ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവൾ രക്താംബരം വിൽക്കുന്നവളും തുയത്തൈരക്കാരിയുമായിരുന്നു. തുയത്തര എന്ന് പറയുന്ന പട്ടണം തുർക്കിയിലാണ്. തുർക്കിയിൽ നിന്ന് അവൾ വലിയൊരു ബിസിനസ്സുകാരിയായിരുന്നു. അവള് കളർ തുണികൾ കൊണ്ട് വിൽക്കുന്നവരായിരുന്നു. രക്താംബരം എന്ന് പറഞ്ഞാൽ അതേ രക്തം വിൽക്കുന്നവൾ എന്നുള്ള അർത്ഥമല്ല, കളർ തുണികൾ. അവിടെ കളർ ഉണ്ടാക്കത്തക്കുള്ളതായ അതിനുള്ള വൃക്ഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കളർ ഉണ്ടാക്കിയിട്ട്, നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ തുയത്തേര സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അങ്ങനെ കളർ തുണികൾ വിൽക്കുന്ന ഭയങ്കര ഒരു ബിസിനസ്സുകാരിയായിരുന്നു. അവൾ തുയത്തേരയിൽ നിന്ന് യൂറോപ്പിൽ കടന്നു വരും. യൂറോപ്പിൽ കടന്നു വന്ന് അവർക്ക് അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഈ ബിസിനസ് നടത്തും. അങ്ങനെ ഇഷ്ടംപോലെ ധനം സമ്പാദിച്ച ഒരു സ്ത്രീയാണ് ലുദിയ എന്ന് പറയുന്ന ആ സ്ത്രീ. അവൾ അതേ അപ്പോസ്തലനായ പൗലോസ്, നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിലായി കാരാഗ്രഹ പ്രമാണിയും കുടുംബത്തെയും കാണുന്നത്. പൗലോസ് ശനിയാഴ്ച ശാബത്ത് ദിവസം എവിടെയെങ്കിലും പള്ളി കാണും, പ്രാർത്ഥന സ്ഥലം കാണുമെന്ന് വിചാരിച്ച് യാത്ര ചെയ്തു.
യാത്ര ചെയ്തപ്പോഴാണ് പുഴവക്കത്ത് കുറെ സ്ത്രീകൾ ഇരിക്കുന്നത്. ആ സ്ത്രീകള് വർത്താൻ തുടങ്ങി കലവല ഭയങ്കര അങ്ങനെയാണല്ലോ. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ മാത്രമേ ഉള്ളൂ സഹോദരിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാൻ. ഒരൊറ്റ കുഞ്ഞ് ഫോൺ ചെയ്യുന്നുണ്ടെന്ന് നോക്കി. അയ്യോ, വേറെ ചില പ്ലാറ്റ്ഫോമിൽ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് വെക്കും. നമ്മുടെ അഗാപ്പെ പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ ഡിസിപ്ലിനായിട്ട് പോകുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരൊറ്റ കുഞ്ഞ് ഫോൺ നോക്കുന്നില്ല, ഒറ്റ കുഞ്ഞ് മറ്റുള്ള ശ്രദ്ധിക്കുന്നില്ല, ഭർത്താവിനെയും ഭാര്യയും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ദൈവത്തിന്റെ വചനം പെറുക്കിയെടുക്കാതിരിക്കുന്ന പോലാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങളെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ തുയത്തേര ആ സ്ത്രീ ഉൾപ്പെടെ ആ പുഴവക്കത്തിരുന്ന് ഇവരെല്ലാം വർത്താനം പറയുമ്പോഴാണ് പൗലോസ് പ്രാർത്ഥനാ സമയത്ത് പോകാൻ നേരത്തെ അതേ കുറെ സ്ത്രീകൾ നിൽക്കുന്നു. പൗലോസ് ഉടനെ എനിക്ക് സുവിശേഷം പറയണമെന്നുള്ള ആഗ്രഹം അവിടെ നിന്നൊരു പ്രസംഗം ആരംഭിച്ചു. ലൂദിയ മാത്രം, അത്രയും പെണ്ണുങ്ങളോട് കൂടിയിട്ട് ലൂദിയ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ലൂദിയായുടെ ഹൃദയം ദൈവം തമ്പുരാൻ തുറന്നു. അവളെക്കുറിച്ച് വായിക്കുന്ന അവൾ ദൈവഭക്തിയായ ഒരു സ്ത്രീ, അവൾ രക്ഷിക്കപ്പെട്ടു, അവരെ വീട്ടിൽ കൈക്കൊണ്ടു. അങ്ങനെ യൂറോപ്പിൽ ആദ്യം വിശ്വാസത്തിൽ വന്ന ഒരു സഹോദരി എന്ന് പറഞ്ഞത് ലൂദിയ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. രണ്ടാമത് വന്നത് വെളിച്ചപ്പാടത്തിക്കാരത്തിയായ സ്ത്രീയാണ്. അവർക്ക് ഭൂതമുണ്ടായിരുന്നു. നിങ്ങൾ 16 അധ്യായം വായിച്ചു നോക്കണം. അവളും പൗലോസ് ശാസിച്ചപ്പോൾ അവിടെ ഭൂതം വിട്ടുപോയി. അവള് ഒരു ഭൂതശാന്തി കൂടാണ് വന്നത്. മറ്റവള് ദൈവവചനം കേട്ട് അവളുടെ ഹൃദയം തുറന്നു വന്നു. ഇവിടെ ഒരു ഭൂതത്തിന്റെ ബാധ കൊണ്ട് യജമാന്മാർക്ക് ലാഭം വരുത്തി പോന്നവൾ അവളെ അവളുടെ ഭൂതത്തെ ശാസിച്ചപ്പോൾ ആ ഭൂത ശാന്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ കൂടാണ് അവൾ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നത്. ഇതാണ് രണ്ടാമത്തെ സ്ത്രീ. മൂന്നാമത്തെ മറ്റേ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ഒരു ഭൂകമ്പം ഉണ്ടായപ്പോഴാണ്, അതെ ചിലരെ എത്ര പ്രശ്നം അതേ പറഞ്ഞാലും കേൾക്കത്തില്ല, ഒരു ഭൂകമ്പമൊക്കെ ഉണ്ടായി, ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് അവരെ അത്ഭുതത്തിൽ കൂടി കടന്നു വന്ന ഒരു കുടുംബമാണ് കാരാഗ്രഹ പ്രമാണി കുടുംബം. ഇവരൊക്കെ ഫിലിപ്പിയ യൂറോപ്പിലെ സ്ഥലമാണ് ഫിലിപ്പിയ. ആ ഫിലിപ്പിയ സഭയിൽ രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം, അനുഗ്രഹിക്കപ്പെട്ട കൂട്ടമാണ് ഫിലിപ്പിയ സഭ. നോക്കണമേ, പൗലോസ് വെളിച്ചപ്പാടത്തിക്കാരത്തി നിമിത്തം ജയിലിലായെങ്കിലും ആ ജയിലിൽ കിടന്നുകൊണ്ട് അർദ്ധരാത്രിയിൽ 16 അധ്യായം 34 വാക്യം രാത്രിയിൽ 24 വാക്യം തോന്നുന്നു അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുടുങ്ങി, ഭൂകമ്പമുണ്ടായി, വലിയ അത്ഭുതമുണ്ടായി. ആ രാത്രി കാരാഗ്രഹ പ്രമാണി ചോദിച്ചു, യജമാന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അതെ, നീ കർത്താവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അങ്ങനെ ആ കുടുംബം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ഇതൊക്കെ ഫിലിപ്പിയ സഭയിലെ മെമ്പേഴ്സാണ്. പൗലോസ് എന്താ പറഞ്ഞത്? എനിക്ക് ഭവിച്ചത് എന്താ? തനിക്ക് ഭവിച്ചത് ഇപ്പോൾ കാരാഗ്രഹത്തിൽ വന്നിരിക്കുക സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. 1, പൗലോസിന്റെ ശുദ്ധീകരണത്തിനിടയായി. 2, കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കുന്നതിനിടയായി. 3, അവിടെ വെച്ച് ഫിലിപ്പിയ സഭയ്ക്ക് ഒരു ലേഖനം എഴുതുന്നതിനിടയായി. 4, മറ്റുള്ളവർക്ക് ഉത്സാഹം നൽകുന്നതിന് മുഖാന്തരമായി. അതാണ് 13, 14 വാക്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ, കാരാഗ്രഹവാസത്തിൽ, പരീക്ഷയിൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു ഗുണമുണ്ടാക്കി തരുന്നു. പൗലോസ് തന്നെ ശുദ്ധീകരണം. 2, അതേ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു. 3, അവിടെ വെച്ച് ലേഖനം എഴുതി 17 പ്രാവശ്യം സന്തോഷിക്കണമെന്ന് പറഞ്ഞ് ഫിലിപ്പിയ സഭയ്ക്ക് 17 പ്രാവശ്യമാണ് എഴുതിയിരിക്കുന്നത്. സന്തോഷിപ്പിന്ന്. നിങ്ങൾ ഫിലിപ്പിയ ലേഖനം വായിച്ചു നോക്കണം. 17 പ്രാവശ്യം സന്തോഷിപ്പിന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ മറ്റുള്ളവർക്ക് ഒരു ഉത്സാഹം പകരുന്നതിന് തന്റെ തടവ് ശിക്ഷ കാരണമായി ഭാവിച്ചു. എനിക്ക് ഭാവിച്ചത് അഭിവൃദ്ധിക്ക് കാരണമായി. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ നമ്മൾ അതിശയിച്ചു പോകരുത്. നിങ്ങൾക്ക് വരുന്ന അതേ പരീക്ഷകൾ കടന്നു വരുമ്പോൾ, അതേ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ മനസ്സിലാക്കണം, ദൈവത്തിന് ഇതിനുകൊണ്ട് ഒരു ഗുണമുണ്ടാക്കി തരുവാൻ, ഒരു അഭിവൃദ്ധി ഉണ്ടാക്കി തരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കും. ഇനി ഇവിടെ വായിക്കുന്നത്, നിങ്ങൾ ചിലരെ തടവിലാക്കാൻ പോകുന്നു കേട്ടോ, ചിലരെ തടവിലാക്കാൻ പോകുന്നു. അതെ, എന്നാൽ 10 ദിവസം നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാകും. ഇവിടെ വായിക്കുന്നത് പിശാച് നിങ്ങളെ ചിലരെ തടവിലാക്കാൻ പോകുന്നു. ആ പദാ ചിന്തിക്കേണ്ടത്. പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കാൻ പോകുന്നു. അതാ പിശാചിന്റെ ഭയങ്കര ഒരു തന്ത്ര. ഏത് വിധത്തിലും സുവിശേഷത്തെ തടയുക എന്നുള്ളതാണ് അവന്റെ ഉദ്ദേശം. ഇങ്ങനെ പിശാച് നമുക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ തലമുറക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ, അതേ തടവെന്ന് പറയുമ്പോൾ വെറും കാരാഗ്രഹ തടങ്കിൽ പാർപ്പിക്കുന്നത് മാത്രമായിട്ട് ചിന്തിക്കരുത്.
നമ്മുടെ ജീവിതത്തിൽ ഒരു നിലയിലും നമുക്ക് വെളിയിൽ പോകാൻ ഒക്കാത്ത നിലയിൽ നമ്മളെ ബന്ധിച്ചിട്ടാക്കുന്ന തടവുകള് ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. എന്നാൽ എങ്ങനെ നമ്മൾ പിശാചിനെ ജയിക്കും? നമുക്ക് ആരാധനയ്ക്ക് പോകാൻ ഒക്കുന്നില്ല. കാരണം ഒരു തടവ് പോലെയാണ്. ഭവനത്തിൽ തന്നെ ഒരു തടവ് പോലെയാണ്. ഭവനം തന്നെ ഒരു തടവായി മാറിയിരിക്കുകയാണ്. ഈ സമയത്ത് എങ്ങനെ നമുക്ക് ജയിക്കാൻ തക്കൊണ്ട് പറ്റും? വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10ഉം 11ഉം വാക്യം വായിച്ചോട്ടെ. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. മതി. ദൈവത്തിന് സ്തോത്രം. ഇത് വെളിപ്പാട് ദിവസം 12-ാം അധ്യായം നമ്മൾ പഠിക്കാൻ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. ഭാവികാല സംഭവങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നൃത്തം ചെയ്യും. ഈ പ്ലാറ്റ്ഫോം ഒരു വലിയ അന്തരീക്ഷമായിട്ട് മാറും. ഇപ്പോൾ ഞാൻ മലങ്കര ക്രിസ്ത്യൻ ചർച്ച എടുത്തുകൊണ്ടിരിക്കുന്നത് അത് 6ാമത്തെ ക്രോധകലശത്തെ കുറിച്ചാണ്. 4-5 ആഴ്ചയായിട്ട് അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പൂനായിൽ തൂലികറ്റിയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് 666 എന്ന് പറയുന്ന മുദ്രയെ കുറിച്ചാണ്. അപ്പൊ ഇത് പഠിച്ച് ഈ 2-3 അധ്യായം പഠിച്ച് ഏറ്റവും അത് നമ്മുടെ ഭാവികാല സംഭവങ്ങളിലേക്ക് പോകാൻ തക്കണം പോകുന്നതേ ഉള്ളൂ. ഇവിടെ പിശാച് നിങ്ങളെ ചെല്ലി തടവിലാക്കാൻ പോകുന്നു. എങ്ങനെ ജയിക്കാൻ പറ്റും? 12-ാം അധ്യായം 11-ാമത്തെ വാക്യം വയ്ക്കുന്നു, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട് ജയിച്ചു. അപ്പം രക്തത്താൽ നമുക്ക് ജയിക്കാൻ പറ്റും ഇല്ലേ? കുഞ്ഞാടിന്റെ രക്തം. ആ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്താ? അത് ഈ ലോകത്തിന്റെ രക്തമല്ല, ആദാമ്യ വംശത്തിൽപ്പെട്ട രക്തമല്ല. അതിനാണെങ്കിൽ ജയിക്കാൻ ഒക്കത്തില്ല. ആദാമ്യ കുലത്തിൽപ്പെട്ട രക്തമാണെങ്കിൽ അതിൻ്റെ അകത്ത് പാപ സ്വഭാവമുണ്ട് കേട്ടോ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ ശരീരമാണ് ദൈവം തമ്പുരാൻ കൊടുത്തത്. അതിൽ ഒരു തുള്ളി രക്തം പോലും ആദാമ്യ വംശത്തിൽ ഉൾപ്പെട്ട രക്തമല്ല. അവന്റെ രക്തം എന്ന് പറഞ്ഞാൽ പുണ്യാക രക്തമാണ് കേട്ടോ. ആ രക്തം കൊണ്ട് മാത്രമേ നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ തക്ക ഒക്കത്തുള്ളൂ. നമ്മുടെ ശരീരത്തിൽ ഓടുന്ന രക്തമുണ്ടല്ലോ, അത് മൊത്തം പാപ പങ്കുലമായ രക്തമാണ്, പാപ സ്വഭാവമുള്ള രക്തമാണ്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് ജഡമെടുത്തെങ്കിലും അത് വിശുദ്ധ പ്രജയെന്നാണ്. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. ആ എബ്രായലേഖനം 9-ാം അധ്യായം 11ഉം 12ഉം വാക്യങ്ങളിൽ ആകയാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് ഈ നമുക്ക് 4-ാം അധ്യായം 14-ാം വാക്യം നമ്മുടെ സ്വീകാരം മുറുകെ പിടിക്കുക. 9-ന്റെ 11ഉം 12, എബ്രായർ 9-ന്റെ 11ഉം 12ഉം അവിടെ നമ്മൾ വായിക്കുന്നത് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി യേശുവിന്റെ ശരീരത്തെക്കുറിച്ച് പറയുകയാണ്. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരം. യേശുവിന്റെ ശരീരം ആദാമ്യ സൃഷ്ടിയിൽ ഉൾപ്പെട്ട ശരീരമല്ല. ആ രക്തം ആദാമിന്റെ ഒരു അല്പം പോലും, ഒരു തുള്ളി രക്തം പോലും യേശുവിന്റെ ആ രക്തം ഓടുന്നില്ല. ആ രക്തമാണ്, ആ രക്തത്താലാണ് നമുക്ക് വിജയം. കുഞ്ഞാടിന്റെ രക്തത്താൽ. മിസ്രൈമിൽ 10 ബാധകളുണ്ടായി. മോശ പ്രവർത്തിച്ച വല്ല ഗുണമുണ്ടായോ? അവസാനം ദൈവം തമ്പുരാൻ പറഞ്ഞു, ഈ മാസം 10-ാം തീയതി അതാത് കുടുംബത്തിന്റെ ആട്ടുകുട്ടിയെ വേർതിരിച്ചിരിക്കണം. 14-ാം തീയതി സന്ധ്യാസമയം വരെ അതിനെ സൂക്ഷിക്കണം. 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിന്റെ രക്തമെടുത്ത് കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടണം. ഈ രക്തം നമ്മളെ ഓർപ്പിക്കുന്ന എന്താണെന്നറിയാമോ? കുഞ്ഞാടിന്റെ ആ രക്തത്താൽ കാൽവറിയിൽ വിടുതൽ സമ്പാദിച്ചതിനെ കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. അവസാനം രക്തത്താൽ മാത്രമാണ് അവിടെ ഒരു വിടുതൽ ഉണ്ടാകുവാൻ ഇടയായിത്തീരുന്നത്. കുഞ്ഞാടിന്റെ രക്തത്തെക്കുറിച്ച് 1 പത്രോസ് 1-ാം അധ്യായം 18ഉം 19ഉം വാക്യങ്ങൾ വായിക്കുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വലിയേറിയ രക്തം കൊണ്ടത്രേ. ഒന്ന്, നമുക്ക് ജയിക്കാൻ തക്കണം കണ്ട് പിശാചിനെ ജയിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തത്താൽ. നമ്മൾ പാടുകയല്ലേ, രക്തത്താ ജയം, രക്തത്താ ജയം, രക്തത്താ ജയം യേശുവേ. ആ രക്തത്താൽ ഇന്നും നമുക്ക് ജയം തന്നുകൊണ്ടിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തം ഇന്നും നമുക്ക് ജീവൻ നൽകുന്നു, ഇന്നും നമുക്ക് ജയം നൽകുന്നു. അടുത്തായിട്ട് ഇവിടെ വായിക്കുന്നത്, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു. ദൈവത്തിന്റെ വചനത്താൽ നമുക്ക് ജയിപ്പാൻ തക്കണം കഴിയും സാത്താനെ. യേശു സാത്താനെ ജയിച്ചത് എങ്ങനെയാ? അതേ
അതിന് സാത്താന്റെ ആയുധം 1 യോഹന്നാൻ 2:16 വായിച്ച്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതാണ് സാത്താന്റെ ആയുധങ്ങൾ. ഈ ആയുധമായിട്ടാണ് യേശുവിന്റെ അരിക്കൽ വന്നത്. 1-ാം ആദാമിന്റെ അരിക്കലും ഇതേ ആയുധമാണ് സാത്താൻ ഉപയോഗിച്ചത്. യേശു എങ്ങനെയാണ് ചോദിച്ചത്? 1-ാം ആദാം പരാജയപ്പെട്ടു പോയി. നിങ്ങൾ മത്തായി സുവിശേഷം 4-ാം അധ്യായവും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായവും വായിക്കാമെങ്കിൽ ദൈവവചനത്താലാണ് ജയിച്ചത്. ഈ കല്ല് അപ്പമാകാൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ദേവാലയ ഗോപുരത്തിന്റെ അറ്റത്തുകൊണ്ട് കേട്ടിട്ട് പറഞ്ഞു, നീ കീഴോട്ട് ചാട്. സാത്താൻ ഒരു വാക്യം എടുത്ത് ഉദ്ധരിച്ചു, അത് നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പാരിക്കേണ്ടതിന് അവർ നിന്നെക്കുറിച്ച് രണ്ട് ദൂതന്മാരോട് കൽപ്പിക്കും. യേശു എന്താണ് പറഞ്ഞത്? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നല്ലോ. വചനം വെച്ചാണ് നിർത്തത്. നമ്മളാണെങ്കിൽ അവിടെ വെച്ച് ഫൽസിച്ച് സാത്താണ്ട് ഏക്കാനും പോകുന്നില്ല. വചനത്താൽ ജയിച്ചു. 3-ാമത് ഉയർന്ന ഒരു പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ട് കയറ്റി നിർത്തി. ഈ കാണുന്നെല്ലാം എന്റേതാ, വീണ് എന്നെ നമസ്കരിക്കാൻ ഞാൻ ഇതെല്ലാം തന്നേക്കാം. അപ്പോഴും കർത്താവ് പറഞ്ഞെന്തറിയാമോ? സാത്താനെ എന്നെ വിട്ടുപോകും. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ദൈവവചനത്താൽ ജയിപ്പാൻ തക്കൊണ്ട് കഴിയും. സാത്താന്റെ ആയുധങ്ങൾ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. വെളിപ്പാട് 10-ന്റെ സാക്ഷ്യവചനത്താൽ അവർ അവനെ ജയിച്ചു, വിശ്വാസത്താലും. സാക്ഷ്യവചനത്താൽ താഴ് വായിക്കുമ്പോൾ അവരുടെ വിശ്വാസത്താലും അവർ അവനെ ജയിച്ചു. 1 പത്രോസ് 5:8-9 വായിച്ചേ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് അവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പീൻ. വിശ്വാസം സ്ഥിരമുള്ളവരായി അവൻ വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? അലർന്ന സിംഹം എന്ന പോലെ. സിംഹമല്ല, അലർന്ന സിംഹം എന്ന പോലെ വരുന്നു. അവനെ നമ്മൾ എങ്ങനെ ഇരിക്കണം? നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ വരുമ്പോൾ ഉണർന്നിരുന്ന് അവനെ പോരാടി ജയിപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. അടുത്തത് പ്രാർത്ഥനയാകുന്ന സർവായുധ വർഗത്താൽ ജയിക്കാൻ പറ്റും. എഫെസ്യർ 6:18 വായിച്ചാട്ടെ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഇന്ന് നിങ്ങളുടെ നെറ്റിന് യാതൊരു പ്രോബ്ലം ഇല്ല. ദൈവത്തിന് സ്തോത്രം. വളരെ സ്ഫുടമായിട്ട് വായിക്കുന്നു. അങ്ങനെ മാറി മാറി ഒന്ന് വായിച്ചേ. ഇവിടെ വായിക്കുന്നു, പ്രാർത്ഥനയാകുന്ന സർവായുധ വർഗത്താൽ ജയിപ്പാൻ തക്കൊണ്ടും കഴിയും. പ്രാർത്ഥന ഒരു ആയുധവർഗമാണ്, ഒരായുധമാണ്. ഇവിടെ വായിക്കുന്ന ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന. ആത്മാവിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ വാഗൊണ്ടൊക്കെ വിളിച്ചു പറഞ്ഞാണല്ലോ, അത് സാത്താൻ കയറി പിടിക്കും. നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യമുണ്ടല്ലോ, പിടിക്കാൻ തക്കൊണ്ട് ഒക്കത്തില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അത് യോങ്കിച്ചോടെ ഭരണത്തിൽ ഒരാളുടെ അതേ നാളെ വിവാഹം കഴിക്കുന്ന മകളുടെ സ്ത്രീധന പണം മോഷണം പോയ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞാന്ന് എൻ്റെ ഓർമ്മ. അതേ ആ പാസ്റ്റർ, അവിടുത്തെ ഒരു പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം വളരെയധികം വിഷമിച്ചു. നാളെ കുഞ്ഞിന്റെ കല്യാണത്തിന് കൊടുക്കാനുള്ള സ്ത്രീധന പണം വസ്തു വിറ്റ പണമാണ്. അത് കൊള്ളക്കാർ വന്ന് തോക്ക് കാണിച്ചിട്ട് പറഞ്ഞു അത് തരാൻ പറഞ്ഞു. അത് മേടിച്ചോണ്ട് പോയി. ഈ പാസ്റ്റർ യോങ്കിച്ചോയെ വിളിച്ചു. യോങ്കിച്ചോ പറഞ്ഞു, സഹോദരൻ എനിക്കൊന്നും ചെയ്യാൻ നോക്കുന്നില്ല, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അതേ യോങ്കിച്ചോ അദ്ദേഹം പാതിരാത്രി കഴിഞ്ഞ് അതേ യോങ്കിച്ചോടെ അതേ ആ ചർച്ചിന്റെ അവിടെ ചെന്നു. ഒരു മുറി കൊടുത്ത് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. 101 മുറി പ്രാർത്ഥനാ മുറി ഉണ്ട്. പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ വിളിച്ചു, എല്ലാ മുറിയിലും കയറ്റി. നിങ്ങൾ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുക. അവർ രാത്രി മുഴുവൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു. യോങ്കിച്ച ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ പ്രാർത്ഥിക്കരുതേ, ആത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വെളുപ്പാങ്കാലത്തുണ്ടല്ലോ ഈ പ്രാർത്ഥന ശക്തിയോടെ എത്തിക്കഴിഞ്ഞപ്പോൾ കൊള്ളക്കാരൻ യോങ്കിച്ചോ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഒരു പാസ്റ്ററുടെ പണം ഞാൻ എടുത്തുപോയി, എനിക്കത് തിരിച്ചു തരണം, എനിക്കത് തൊടാൻ ഒക്കത്തില്ല, തീ പൊള്ളുന്ന പോലാണ്, നീഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആ വെളുപ്പാങ്കാലത്ത് 5:30 ആ പണം കൊണ്ട് കൊടുത്ത് അദ്ദേഹം രക്ഷിക്കപ്പെട്ട് ആ സഭയിൽ ഒരു പാസ്റ്ററായി തീരുവാൻ, ഒരു അസോസിയേറ്റ് പാസ്റ്ററായി തീരുവാനായി. ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇങ്ങനെ നമുക്ക് സാത്താന്റെ പോരാട്ടത്തെ ജയിക്കാൻ ഇടയായിത്തീരും.
അപ്പൊ നോക്കണമേ, 1 കുഞ്ഞാടിത്തത്താൽ ജയിക്കാം, 2 ദൈവവചനത്താൽ ജയിക്കാം, 3 സാക്ഷ്യവചനത്താൽ ജയിക്കാം, 4 വിശ്വാസത്താൽ ജയിക്കാം, പ്രാർത്ഥനയാകുന്ന സർവായുധ വർഗത്താൽ നമുക്ക് സാത്താനെ ജയിപ്പാൻ തക്കൊണ്ട് കഴിയും. ഇനി അടുത്തത്, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. 10 ദിവസം. ആ 10 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു എണ്ണം പറഞ്ഞിരിക്കുകയാണ്. അല്പകാലം എന്നുള്ള അർത്ഥമാണ്. 10 ദിവസം. 10 ദിവസം, ഒരല്പകാലം നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകും. അതുകൊണ്ടല്ലേ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നത്. ചുരുങ്ങിയ ഒരു കാലയളവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രയോഗമാണ് ഈ 10 ദിവസം എന്നുള്ളത്. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. നമുക്ക് അതിന് തെളിവിനായിട്ട് 1-2 വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി 24:55 വായിച്ചേ. അതിന് അവളുടെ സഹോദരനും അമ്മയും, ബാല ഒരു 10 ദിവസമെങ്കിലും ഞങ്ങളോട് കൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു. റിബേക്കയുടെ അതേ, റിബേക്ക കിണറ്റിന്റെ അരികെ വെള്ളം കോരാൻ ചെന്നപ്പോഴാണ് എലിയാസാറ് അവിടെ നിന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, യജമാനന്റെ മകൻ അബ്രഹാമിന്റെ മകന് വേണ്ടി നീ തെരഞ്ഞെടുത്ത യുവതിയെ എനിക്ക് കാണിച്ചു തരണമേ. ഒരു അടയാളം പറഞ്ഞു. ഇതങ്ങോട്ട് പറഞ്ഞു ഉടനെ ഈ ഭാഗം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു വിടുക. അതിസുന്ദരിയായ റിബേക്ക തോൽ പാത്രം വെച്ചുകൊണ്ട് വെള്ളം കോരാൻ വന്നിരിക്കുകയാണ്. ഇവളെ കണ്ടപ്പോൾ എലിയാസാറിന്റെ ഉള്ളം പറഞ്ഞു, ഇവള് തന്നെ യജമാന്റെ മകന്റെ ഭാര്യ. ദൈവത്തിന് സ്തോത്രം. അപ്പം നീ ആരുടെ മകള് വെള്ളം ചോദിച്ചപ്പോൾ ഉടനെ കൊണ്ട് കോരി കൊടുത്തു, ഒട്ടകം കൊടുത്തു. ഭയങ്കര മിടിമിടിക്കായിട്ടുള്ള ഒരു പെൺകൊച്ച്. നമുക്കിതുപോലുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എത്ര സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. അതേ, കുഞ്ഞെ ഒരു പ്രാവശ്യം വെള്ളം കൊടുക്കാൻ പോകുമ്പോൾ ആണോ ഇപ്പം കടന്നു പറഞ്ഞിരിക്കും. ഞാനൊന്ന് പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ വെള്ളം കൊടുക്കാൻ ഉപദേശിച്ചു വന്നപ്പോൾ. എന്നാ നോക്കണമേ, ഈ പെൺകുട്ടി വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കൊടുത്തു, ഒട്ടകം കൊടുത്തു. എന്റെ വീട്ടിൽ രാപാർക്കാൻ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചോണ്ട് പോയി അവിടെ താമസിപ്പിക്കാൻ തക്കവണ്ണം ആങ്ങളോടൊക്കെ കാര്യം പറഞ്ഞു. അവർക്കെല്ലാം സന്തോഷമായി താമസിപ്പിച്ചു. അപ്പൊ കാര്യം പറഞ്ഞു. അതെ, യജമാനെ ദൈവം സമ്പത്ത് കൊണ്ട് നിറച്ചിരിക്കുന്നു. വാർദ്ധക്യത്തിൽ ലഭിച്ചൊരു മകനുണ്ട്, ഇസ്ഹാക്ക്. അവനൊരു പെൺകുട്ടിയെ കാണാനാണ് വന്നത്. വന്ന സമയത്ത് അടയാള സഹിതം കാര്യങ്ങൾ പറഞ്ഞ പോലെ സംഭവിച്ചിരിക്കുന്നു. ഇതാണ് അതേ എന്റെ യജമാന്റെ മകന് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന പെൺകുട്ടി. ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത ഒരു പൈതലുമായിരുന്നു. ഉടനെ ഇത് യഹോവയാൽ വരുന്നെന്ന് ലാബാനും അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ലാബാനും അമ്മയും കൂടെ ആലോചിച്ചിട്ട് പറയാണ്, ബാല ഒരു 10 ദിവസം കൂടെ അവിടെ നിൽക്കട്ടെ, ചുരുങ്ങിയ കാലം 10 ദിവസം കൊണ്ട് നിൽക്കട്ടെ. അപ്പം പറഞ്ഞു, എന്നെ താമസിപ്പിക്കരുത്, ദൈവം തമ്പുരാൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്ന എന്നെ ഒട്ടും താമസിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പെൺകുട്ടിയോട് വിളിച്ചെന്ന് ചോദിക്കട്ടെ, നീ ഈ പുരുഷനോട് പോകുന്നോ? ആ പെൺകുട്ടി, ഞാൻ പോകുന്നു. നോക്കണമേ, യജമാനെ കുറിച്ച്, അവളെ വിവാഹം കഴിക്കാതിരിക്കുന്ന ഇസാക്കിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു പടി പോലും അവർക്ക് നിൽക്കാൻ തോന്നിയില്ല. ആ 10 ദിവസം പോലും നിൽക്കാൻ അതേ മാതാപിതാക്കൾ പറഞ്ഞത് അവൾ കേട്ടില്ല. 10 ദിവസം എന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ കാലഘട്ടത്തെ കാണിക്കുന്നു. 10 ദിവസം നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇത് അല്പകാലത്തേക്കുള്ള ഈ പരീക്ഷ എന്നാണ് അതിന്റെ അർത്ഥം. ദാനിയേൽ 1:12 വായിച്ചേ. ദാനിയേൽ 1:12. മെൽസറിനോട് അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. ഇതൊക്കെ വിവരിച്ച് പ്രസംഗിക്കുന്നതാണ്. അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്ക്. ദാനിയേൽ, ചന്ദ്രക്ക്, മേശക്ക്, അഭേദനവും ഇവർ ബാബിലോണിൽ വന്നിരിക്കുകയാണ്. രാജസഭയിൽ പരിചരിപ്പാൻ അതേ പരിചരിപ്പാൻ തക്കവണ്ണം അതേ മിടുക്കന്മാര്, സാമർഥ്യമുള്ളവര്, അംഗഭംഗമില്ലാത്തവര്, നിപുണന്മാര്. 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ 6 കൂട്ടം ഗുണങ്ങൾ, ക്വാളിഫിക്കേഷനാണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സമർത്ഥന്മാരായ ഈ പുരുഷന്മാരെ അവരെ തെരഞ്ഞെടുത്തു. രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞും കൊടുക്കാൻ തക്കോണം തീരുമാനിച്ചു. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് പറഞ്ഞു. ഞങ്ങളെ ഇത് നമ്മൾ വായിക്കുന്നത് ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കൽ ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഒന്നേ അവരുടെ മേലധികാരി വന്ന് പറഞ്ഞു, ഞങ്ങൾ ഇത് കഴിക്കത്തില്ല, ഞങ്ങൾക്ക് പരിപ്പും പച്ചവെള്ളവും മാത്രം മതി. അയ്യോ, എന്റെ തല പോകുന്ന ഇടപാടാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ വാചകം, ഒരു 10 ദിവസം ഒന്ന് പരീക്ഷിക്കുക. ഒരു 10 ദിവസം, അല്പകാലം ഒന്ന് പരീക്ഷിക്കുക. 10 ദിവസം പരീക്ഷിച്ച് നോക്കിയപ്പോൾ ബിരിയാണിയും പെറോട്ടയും കഴിച്ചവരുടെ ശരീരത്തിലുണ്ടായിരുന്ന കോമളത്തെക്കാൾ ഈ പരിപ്പും പച്ചവെള്ളവും സ്തോത്രത്തോടെ കഴിച്ച പ്രിയപ്പെട്ടവർ ശോഭിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നമ്മൾ കഴിക്കുമ്പോൾ സ്തോത്രം ചെയ്ത് കഴിക്കണം. ഇത് കിട്ടുന്ന ഉടനെ പറഞ്ഞ്
അദ്ദേഹം ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നുള്ള വെപ്രാളത്തിൽ കഴിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടോ? അത് ദഹിക്കത്തുമില്ല. ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, പച്ചവെള്ളം കുടിച്ചാൽ പോലും അത് സ്തോത്രത്തോടൊന്ന് കുടിച്ചേ. ദൈവത്തിന് സ്തോത്രം. സ്തോത്രത്തോട് കുടിച്ചു കഴിയുമ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ടാകും. 10 ദിവസം ഒരു ചുരുങ്ങിയ കാലഘട്ടത്തെയാണ് കാണിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 25-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിച്ചേ. 25 ശേഷം കൈസരിയയ്ക്ക് മടങ്ങിപ്പോയി. 8-10 ദിവസം അവരുടെ താമസിച്ച ശേഷം, ഫേലിക്സിനെ കുറിച്ചാണ് പറയുന്നത്. 8-10 ദിവസം. പൗലോസ് ഇപ്പോൾ തടവുകാരനായി പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഫേലിക്സിന്റെ മുന്നിൽ വിസ്തരിപ്പാൻ കൊണ്ടൊന്ന് നിർത്തി. പല പ്രാവശ്യം പ്രസംഗം കേൾക്കാൻ തക്കവണ്ണം അതേ പൗലോസിനെ വരുത്തി. പൗലോസ് പ്രസംഗിച്ചപ്പോൾ അതേ വ്യഭിചാരം, അതേ മറ്റുള്ള പണത്തെക്കുറിച്ചുള്ള ആഗ്രഹം, ഈ വിഷയങ്ങളൊക്കെ അങ്ങോട്ട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഫേലിക്സ് പേടിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. അവസരം വരുമ്പോൾ വിളിക്കാം, കൈക്കൂലി കൊടുക്കുന്നാണ് വിചാരിച്ചത്. പൗലോസ് കൈക്കൂലി കൊടുക്കുന്ന ആളല്ലായിരുന്നു. തനിക്ക് പണമുണ്ടായിരുന്നു. അപ്പൻ തന്റെ വീതം കൊടുത്തതാണ്. പണം തനിക്കുണ്ട്. പക്ഷെങ്കിൽ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്ന പരിപാടി തനിക്കില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. 8-10 ദിവസം കഴിഞ്ഞ ശേഷം ഒരു ചുരുങ്ങിയ കാലം വീണ്ടും പൗലോസിനെ വിളിച്ച് വിസ്തരിക്കുന്നതും തുറന്നുള്ള വിടുതലും, നമുക്ക് ദൈവത്താൽ വന്ന വിടുതലും നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. ഇവിടെ സ്മുർനാ സഭയോട് പറയാണ്, ഒരു 10 ദിവസം അത് നിങ്ങൾക്ക് കഷ്ടതയുണ്ടാകും. ഈ 10 ദിവസം എന്നുള്ളത് അക്കാലത്ത് ചക്രവർത്തിമാരാൽ നടത്തിയ 10 പീഡനയെ കുറിച്ചാണെന്ന് വേദപണ്ഡിതന്മാർ സാക്ഷിക്കുന്നുണ്ട്. നമുക്കത് പിന്നീട് ചിന്തിക്കാം. ഈ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം വായിച്ചേ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. നോക്കണമേ, പരീക്ഷ സഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. നമ്മൾ സഹിക്കണം. എനിക്ക് സഹിക്കാൻ പോയി, എനിക്ക് സഹിച്ചുകൂടാ എന്ന് നമ്മൾ പറയത്തില്ലേ? സഹിക്കുക. സഹിക്കുന്നെങ്കിൽ കൂടെ വാഴുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. അല്പകാലത്തേക്കുള്ള ഈ കഷ്ടത. റോമാലേഖനം 8-28 വായിച്ച്. എന്നാൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നോക്കണമേ, അത് ഇവിടെ വായിക്കുന്നു. അതേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയുണ്ടല്ലോ, പ്രയാസമുണ്ടല്ലോ, ഇതെല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന നന്മ. ഇതൊരു നന്മ ഉണ്ടാക്കി തരുവാൻ ദൈവത്തിന് കഴിയും. ലൂക്കോസ് 4:13 കർത്താവിനെ പരീക്ഷ കാര്യം എഴുതിക്കുന്ന 4:13 വായിച്ചേ. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. നോക്കണമേ, കുറെ കാലത്തേക്ക് വിട്ടുമാറി. യേശുവിനാണ് സകല പരീക്ഷയും ഉപയോഗിച്ചു, സകല അടവും ഉപയോഗിച്ചു. ജഡമോഹൻ, കൺമോഹൻ, ജീവനത്തിന്റെ പ്രതാപം. അത് കഴിഞ്ഞിട്ട് കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറിയെന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ വരും. നാണം ഇല്ലാത്തവനാ പിശാച്. നമ്മൾ എത്ര പേര് കോന്നിയിലെ സഹോദരി അവിടെ നിന്ന് പത്സിക്കുന്നു, അമേരിക്ക ഇരുന്നുകൊണ്ട് ഞാൻ പത്സിക്കുന്നു, എവിടെ ചെന്നാലും വാട്ട. ഇതുപോലെ നാണമില്ലാത്ത അതേ ഒരു പിശാചിനെ കണ്ടിട്ടുണ്ടോ? ഒരു നാണവും ഇല്ല. ബോംബെ നമ്മുടെ തോമസ് ഫിലിപ്പാസ് വന്നിട്ടുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് ആടുന്നു. എവിടെ ചെന്നാലും ആട്ടുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ഡോഗെന്ന് ലാലുപാസ് ആട്ടുന്നു, എന്നാൽ അവന് നാണമില്ല. ഇവിടെ യേശുവിനെ കുറെ കാലത്തേക്ക് വിട്ടുമാറി. 10 ദിവസം എന്നുള്ളതിന് അതേ 10 ചക്രവർത്തിമാരാൽ ഉണ്ടായ മതപീഠത്തെ കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട്. നീറോ ചക്രവർത്തിയുടെ കാലം AD 54 മുതൽ 67 വരെ. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലം ഞാനങ്ങ് പറഞ്ഞു വിടുക. AD 81 മുതൽ 86 വരെ. ട്രാജൻ എന്ന് പറഞ്ഞ ചക്രവർത്തി എഴുന്നേറ്റു, ഭയങ്കര പീഡനം നടത്തി. AD 98 മുതൽ 117 വരെ. അന്തോണിയസ് എന്ന് പറഞ്ഞൊരു ചക്രവർത്തി റോമയിൽ എഴുന്നേറ്റു. AD 117 മുതൽ 161 വരെ. സെവറൂസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി എഴുന്നേറ്റു. AD 195 മുതൽ 211 വരെ. മാക്സിമിൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി എഴുന്നേറ്റു. AD 255 മുതൽ 238 വരെ. ഡിയൂസൂസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി എഴുന്നേറ്റു. AD 249 മുതൽ AD 251 വരെ. വലേറിയൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി എഴുന്നേറ്റു. AD 254 മുതൽ 260 വരെ. ഡയോക്ലീഷ്യൻ എന്നൊരു ചക്രവർത്തി എഴുന്നേറ്റു. AD 284 വരെ 305 വരെ. ഞാൻ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ റോമ ചക്രവർത്തി മുഖാന്തരം അതിഭയങ്കരമായ പീഡനം ഉണ്ടായ 10 ചക്രവർത്തിമാരാൽ ഉണ്ടായ പീഡനമാണ്
ഈ 10 ദിവസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചിന്തിക്കാം. 10 ദിവസം അല്പകാലം പരീക്ഷ ഉണ്ട്. ഇനി 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റ് എനിക്ക് തരണം. അതെ, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ഇനി അടുത്തത് ഇവരുടെ പ്രതിഫലത്തെ കുറിച്ചാണ്. 2 പ്രതിഫലമാണ് ഇതിൽ പറയുന്നത്. ഒന്ന്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. വിശ്വസ്തനായിരിക്കുന്നവർക്ക് ജീവകിരീടം ലഭിക്കും. 2, 11-ാമത്തെ വാക്യം, ആത്മാവ് സൗലോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ഇതൊക്കെ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുമെങ്കിൽ ഞാൻ ഒരു എക്സാമിനേഷൻ നടത്തും കേട്ടോ, ഈ 3 അധ്യായം തീരുമ്പോഴേ. അതായത് കഴിഞ്ഞ ആഴ്ചയല്ലേ ട്രിവാൻഡ്രത്ത് എക്സാമിനേഷൻ നടന്നു. അവർക്ക് സമ്മാനങ്ങൾ കൊടുത്തു. ന്യൂയോർക്കിൽ നിന്ന്, ന്യൂജേഴ്സിയിൽ നിന്ന് ഒരു പാസ്റ്റർ പി വി മാത്യു ആണ് അത് സ്പോൺസർ ചെയ്തത്. അത് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചവർക്ക് 4000 രൂപ വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് 3000, 2500. അവിടുന്ന് സമ്മാനം വാങ്ങിച്ച പാസ്റ്റർമാരൊക്കെ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താ ഒരു പാസ്റ്റർ കൈപൊക്കി. അതുകൊണ്ട് അഗാപ്പ ബൈബിൾ കോളേജില് എനിക്കൊരു ടെസ്റ്റ് നടത്താതിരിക്കാൻ ഒക്കത്തില്ല. അത് ഞാൻ നടത്തിയിരിക്കും, ജയിച്ചാലും ജയിച്ചില്ലെന്ന്. അത് അറ്റൻഡ് ചെയ്തവർക്കും ജയിച്ചവർക്കും തോറ്റവർക്കും ഒക്കെ സമ്മാനം കൊടുക്കുന്നതായിരിക്കും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഡിഗ്രിയാണ്. അത് നിങ്ങൾ വാങ്ങിച്ച് കൈവശമാക്കണം. ഇനി 19 വാക്യം ഇവിടെ വായിക്കുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. പിന്നെ ജയിക്കുന്നവൻ 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ഇത് 10 മിനിറ്റ് കൊണ്ട് പഠിച്ച് നമുക്ക് നിൽക്കാം. നമുക്ക് ലഭിക്കാൻ പോകുന്ന 5 കിരീടങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഈ പ്രതിഫലം വാങ്ങിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിശ്വസ്തരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മാത്രമേ അത് ലഭിക്കാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. മത്തായി 16:24-25 വായിച്ചേ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തനെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. നോക്കണമേ, എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ, എന്റെ നിമിത്തം ആരെങ്കിലും മരിച്ചാൽ, ആരെങ്കിലും കഷ്ടത്തിൽ കൂടി കടന്നു പോയാൽ അതിനെ കണ്ടെത്തും. എന്താണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്? അതാണ് നമ്മൾ മുമ്പേ വായിച്ച ഒരു വാക്യമുണ്ട്, യാക്കോബ് 1:12. 5 കിരീടം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ജീവകിരീടം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. കിരീടങ്ങളുണ്ട്, ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുമെന്ന് എബ്രായലേഖനം 11:25 ഒന്ന് വായിച്ചേ പെട്ടെന്ന്. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വലിയ ദാനം എന്ന് എണ്ണുകയും ചെയ്തു. ഇനി അതിന്റെ താഴോട്ട് ഏറ്റവും അവസാനത്തെ വാക്യം വരുമ്പോൾ, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ്, നമുക്ക് ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കും എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്തരായിരുന്നാൽ കേട്ടോ, ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കും. 1 കൊരിന്ത്യർ 15:40 മുതൽ 42 വാക്യം വായിച്ചേ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനം അവണ്ണം തന്നെ. ഈ ഉയർത്തെഴുന്നേൽപ്പിൽ തന്നെ വ്യത്യാസമുണ്ട്. നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമല്ലോ, പ്രതിഫലത്തിൽപ്പെട്ട ആളാണ്. ശരീരം ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ സൂര്യന്റെ പ്രകാശം പോലെ ഇരിക്കും, ചിലർ ചന്ദ്രന്റെ പ്രകാശം പോലെ ഇരിക്കും, ചിലർ നക്ഷത്രങ്ങളുടെ പ്രകാശം പോലെ ഇരിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കും തന്നെ പ്രതിഫലത്തിൽപ്പെട്ട കാര്യമാണ്. 5 കിരീടങ്ങളെ കുറിച്ച് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 5 മിനിറ്റേ ഉള്ളൂ. അത് ഞാൻ ഇപ്പൊ സമയം പാലിച്ചില്ലെങ്കിൽ നമ്മുടെ ലാലു പാസ്റ്റർ ഇപ്പം പ്ലാറ്റ്ഫോമിൽ വരും. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന 5 കിരീടങ്ങൾ യാക്കോബിന്റെ ലേഖനം 1:12 നമ്മൾ വായിച്ചു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് അവന് വേണ്ടി നൽകിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. ഇത് പരീക്ഷയിൽ രക്തസാക്ഷികളായിട്ട് മരിക്കുന്നവർക്ക് വേണ്ടിയുള്ള കിരീടമാണ് ജീവകിരീടം. രക്തസാക്ഷികൾക്കുള്ള കിരീടമാണ്. ഈ ചിലര് തലവെട്ടി മരിച്ചില്ലെങ്കിലും ജീവിതത്തിൽ പരിശോധന വരികയല്ലേ പ്രശ്നം, അത് ഒരു രക്തസാക്ഷ്യത്തിന് തുല്യമാണ്.
കാരണം മരിക്കാതെ ഒരു മരിക്കുകയാണ്. അതും ഈ കൂട്ടത്തിൽപ്പെട്ടതാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊല്ലാവുന്നതിനായിത്തതിനു ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലേ, ഈ കിരീടം പ്രാപിപ്പാൻ 5 മിനിറ്റോടുണ്ട്. രണ്ടാമത് അത് 1 കൊരിന്ത്യർ 9:25 വായിച്ചു. 1 കൊരിന്ത്യർ 9:25. തിരിഞ്ഞില്ല. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നു. അതെ, അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും. അന്ന് ഓട്ടത്തിൽ ജയിക്കുന്നവർക്ക് റോമാക്കാർ കൊടുക്കുന്ന കിരീടം എന്ന് പറഞ്ഞാൽ ഒലിവ് ഇലയുണ്ടല്ലോ, അതുകൊണ്ട് കിരീടം ഉണ്ടാക്കി അവർ തലി വെക്കും ജയാളികൾക്ക്. അത് വാടിപ്പോകും. എന്നാൽ ഇവിടെ നമ്മൾ ജയിക്കുന്ന, ഓട്ടത്തിൽ ജയിക്കുന്ന നമുക്ക് ലഭിക്കാൻ പോകുന്ന കിരീടം ഉണ്ടല്ലോ, അത് വാടുന്ന കിരീടമല്ല, അത് നിലനിൽക്കുന്ന കിരീടമാണ്. രണ്ടാമത്തെ കിരീടം ഓട്ടം ഓടി ലക്ഷ്യത്തിൽ എത്തുന്നവർക്ക് വേണ്ടി കിട്ടുന്ന കിരീടമാണ്. മൂന്നാമത്തെ കിരീടം 1 തെസ്സലോനിക്കർ 2:19 വായിച്ചോട്ടെ. നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ മുൻപാകെ പ്രശംസാ കിരീടം ആരാകുന്നു? അത് ക്ലിയർ ആയില്ല. നേരത്തെ നല്ല ക്ലിയർ ആയിരുന്നു. പ്രശംസാ കിരീടം യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാകുന്നു? ആരാകുന്നു? നിങ്ങളാണെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. തെസ്സലോനിക്ക സഭ വളരെ ബുദ്ധിമുട്ടിൽ കൂടെ പ്രയാസത്തിൽ കൂടി കടന്നുപോയതാണ്. പ്രശംസാ കിരീടം അത് നിങ്ങളാകുന്നു. അതിന്റെ അർത്ഥം എന്താ അറിയാമോ? ആത്മാക്കളെ നേടിയവർക്ക് ലഭിക്കാൻ പോകുന്ന കിരീടമാണ് പ്രശംസാ കിരീടം. ആത്മാക്കളെ നമ്മൾ ഇത്രയും ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്നുണ്ടല്ലോ. ആത്മാക്കളെ കുറിച്ച് ഒരു എരിവുണ്ടോ? ആത്മാക്കളെ നേടുക, ആത്മാക്കളെ സമ്പാദിക്കുക. അങ്ങനെ സമ്പാദിക്കുന്നവർക്ക് വേണ്ടി ലഭിക്കുന്ന കിരീടമാണ്. അതുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോമിൽ അഭ്യസിപ്പിച്ച്, ഈ അഗാപ്പെ ബൈബിൾ കോളേജിൽ അഭ്യസിപ്പിച്ച് ആത്മാക്കളെ നേടുവാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ കോളേജ് ആരംഭിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ കിരീടം പ്രശംസാ കിരീടം ആത്മാക്കളെ നേടിയവർക്കുള്ളതാണ്. ഇനി 4-ാമത്തെ കിരീടം 2 തിമോഥെയോസ് 4:8 വായിച്ചാണ്. കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുടെ ന്യായവിധിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും കൂടെ. ഞാൻ നല്ല പോർ വരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർക്ക്. അവന്റെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും ലഭിക്കുന്ന കിരീടമാണ് നീതിയുടെ കിരീടം. 5-ാമത്തെ കിരീടം 1 പത്രോസ് 5:4. എന്നാൽ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇടയ ശ്രേഷ്ഠൻ, ശ്രേഷ്ഠ ഇടയൻ. യേശു ക്രിസ്തുവിനെ 3 ഇടയൻ എന്ന് വിളിച്ചിട്ടുണ്ട്. നല്ല ഇടയൻ, വലിയ ഇടയൻ എബ്രായലേഖനം 13-ാം അധ്യായം, നല്ല ഇടയൻ എന്നുള്ളത് യോഹന്നാൻ 10-ാം അധ്യായം, വലിയ ഇടയൻ എന്നുള്ളത് എബ്രായലേഖനം 13-ാം അധ്യായം 20-ാമത്തെ വാക്യം. ശ്രേഷ്ഠ ഇടയൻ 1 പത്രോസ് 5:4. കർത്താവിന്റെ വരവിൽ അവൻ ശ്രേഷ്ഠ ഇടയനായിട്ടാണ് വരുന്നത്. നല്ല ഇടയനായിട്ട് ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തു. വലിയ ഇടയൻ എന്നുള്ള നിലയിൽ ഉയർത്തെഴുന്നേറ്റു. ഇനി കർത്താവ് വരുമ്പോൾ ശ്രേഷ്ഠ ഇടയനായി വരും. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ കിരീടം പ്രാപിക്കും. 5 കിരീടം. അതാരാന്നറിയോ? സഭയെ വിശ്വസ്തയോടെ പരിപാലിച്ച പാസ്റ്റർമാർക്കുള്ളതാണ്, ആടുകളെ പരിപാലിച്ചവർക്കുള്ളതാണ്. 5 കിരീടം 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു നിർത്തുകയാണ്. 1 ജീവകിരീടം രക്തസാക്ഷികളായിട്ടുള്ളവർക്ക്. 2 വാടാത്ത കിരീടം ഓട്ടമോടി ലക്ഷ്യത്തിലെത്തിയവർക്ക്. 3 പ്രശംസാ കിരീടം ആത്മാക്കളെ നേടിയവർക്ക്. 4 നീതിയുടെ കിരീടം കർത്താവിന്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ചവർക്കുള്ളത്. 5 തേജസ്സിന്റെ കിരീടം സഭയെ വിശ്വസ്തയോടെ പരിപാലിച്ച ഇടയന്മാർക്കുള്ള കിരീടം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ 2-ാം മരണത്താൽ ദോഷം വരുത്തുന്ന വിഷയം നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ലാലു ജയിക്കും. പ്രൈസ് ദി ലോർഡ്. സന്തോഷം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചുവല്ലോ. ദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ 25-ാം തീയതി ഏപ്രിൽ മാസത്തിൽ നമ്മുടെ ഗ്രാജുവേഷൻ നടത്തുന്നതാണ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ പേരുകളും അഡ്രസ്സും ഒക്കെ ആ ഫോം ഫില്ല് ചെയ്ത് നമ്മൊന്ന് ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഒത്തിരി പേര് ഫില്ല് ചെയ്തിട്ടുണ്ട്.
ഫില്ല് ചെയ്തവർക്ക് പ്രത്യേക നന്ദി. ദൈവം സഹായിക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നും കർത്താവെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ദൈവവചനം പഠിക്കുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ ഇന്നും കർത്താവ് ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം. കർത്താവെ, ജോയിൻ ചെയ്ത എല്ലാവരെയും ഓർക്കുന്നു. ഇത് ഇനിയും കർത്താവെ യൂട്യൂബിലൂടെ ഒക്കെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഇന്നത്തെ വചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം. കർത്താവ് തുടർന്നുള്ള ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളെ എല്ലാം അനുഗ്രഹിക്കണം. ഞങ്ങൾ ഗ്രഹിക്കുന്ന കേൾക്കുന്ന വചനങ്ങളൊക്കെ ജീവിതത്തിന് ഒരു വിടുതലും അനുഗ്രഹവുമായി തീരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ബൈബിൾ കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്തോത്രം. ജയ തന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും നന്ദി. വൈകിട്ട് ഷാജൻ പാറക്കടവിൽ ക്ലാസ് എടുക്കുന്നതാണ്. നാളെ എല്ലാവരെയും കാണാം. ഹലോ പാസ്റ്ററെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഹലോ, പറഞ്ഞാട്ടെ. പാസ്റ്ററെ, ഇത് നമ്മൾ ചേർന്നപ്പം പേര് കൊടുത്താൽ അല്ലാതെ ഒന്നേന്ന് രജിസ്ട്രേഷൻ ഉണ്ടോ ഇനി? അല്ല, അതിനകത്ത് എല്ലാരും ആരൊക്കെ തീർത്തെന്ന് അറിയത്തില്ലല്ലോ. ഒത്തിരി പേരും ഇടയ്ക്ക് വെച്ച് നിർത്തിയല്ലോ. അപ്പൊ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് തീർത്ത് ഇപ്പൊ ഉള്ളവർക്ക് അത് ദയവായിട്ട് അത് ഫില്ല് ചെയ്യുക കേട്ടോ. ഒന്നേന്ന് ഫില്ല് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ സാറേ, അതിപ്പോ ഇട്ടിട്ടുണ്ടോ സാറേ? അത് ഉണ്ട്. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ കേട്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ ഫോം ഞാൻ കണ്ടില്ല, അതാ ചോദിച്ചതേ. അതിനകത്തുണ്ട് ഒരു ബൈബിൾ കോളേജിന്റെ സൈഡിൽ. നേരത്തെ വന്നപ്പോ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലല്ല, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അല്ല, ഇത് ഇപ്പൊ ചെയ്തോ, കംപ്ലീറ്റ് ആയെന്നുള്ളത് ഇപ്പൊ ലാസ്റ്റിലെത്തിയ. നമ്മള് ചേർന്നപ്പോ 300-350 പേര് പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പേയ്മെന്റ് അയച്ചിട്ടാണോ അയക്കേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത്? പേയ്മെന്റ് അയച്ചിട്ടാണോ ഫില്ല് ചെയ്യേണ്ടത്? ആക്ച്വലി അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് ഒരു പേയ്മെന്റ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഇതിന്റെ ആ ഒരു ഗാംഭീര്യത മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെറിയൊരു പേയ്മെന്റ് വെച്ചിരിക്കുന്നത്. അത് തന്നെയല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഗൗണ് മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ മേടിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയുള്ള ചെലവുകൾക്കൊക്കെ ആയിട്ടാണ് അന്നത്തേക്ക് ഒരു 2000 രൂപയുടെ ഒരു ഇത് വെച്ചിരിക്കുന്നത്. അത് ബുദ്ധിമുട്ടുള്ളവർ അറിയിച്ചാൽ മതി, നോ പ്രോബ്ലം. അതൊരു മാനദണ്ഡമല്ല. എങ്കിലും എനിക്ക് തോന്നുന്നു അത് ഫില്ല് ചെയ്ത് അതിന്റെ ചെയ്താൽ വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ആ ആപ്ലിക്കേഷൻ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ആപ്ലിക്കേഷൻ ബുക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചവരെല്ലാം ആ സർട്ടിഫിക്കറ്റ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള നല്ല സാറേ, എനിക്ക് ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഇട്ട് തരണേ ഞങ്ങൾക്ക്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ആപ്ലിക്കേഷൻ ഈ തന്നവരുടെ എല്ലാം നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രിന്റഡ് ആയിട്ടുണ്ട്. എനിക്കും കിട്ടിയില്ല, എനിക്കൊന്ന് ഇട്ട് തരണം. എനിക്ക് പേഴ്സണൽ ആയിട്ട് പറഞ്ഞാൽ മതി.